സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗെയിൻ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 17ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇൻട്രാഡേയെക്കുറിച്ച് മെയിനായിട്ട് എല്ലാവരും ട്രേഡ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ടാണ് കണ്ടുവരുന്നതെങ്കിലോ ആരെയും ഇവിടം തൊട്ട് തുടങ്ങാതെ ആദ്യം മുതലേ കണ്ടുവരിക. നമ്മളൊരു കംപ്ലീറ്റ് വീഡിയോ സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സോ കാണാത്തവർ അതുപോലെ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ പിടിച്ചവർക്കെല്ലാം നമുക്ക് ഒരുമിച്ച് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അതിൽ ഇന്നത്തെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഏതൊക്കെ തരത്തിലുള്ള ട്രേഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, എന്തൊക്കെയാണ് കുറേ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചു, ഏതൊക്കെയാണ് അനാലിസിസ് എന്ന് പഠിച്ചു, എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിനകത്ത് മെയിനായിട്ടുള്ള സംഭവമാണ്, ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യാനും ഓരോ കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ പഠിച്ചേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിന് ഉപരിയായിട്ട് അതെങ്ങനെ പ്ലേസ് ചെയ്യണം, എവിടെ പ്ലേസ് ചെയ്യണം, എവിടെ എത്തുമ്പോൾ ബൈ എടുക്കണം, ഇതൊക്കെ അറിഞ്ഞാലും അത് പ്ലേസ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അതിന് ഓരോരോ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ഓർഡേഴ്സ് ഉണ്ട്, കുറേ ഓർഡർ ടൈപ്സ് ഉണ്ട്. ഓർഡർ വാലിഡിറ്റി എന്താണെന്ന് നമ്മൾ അറിയണം, എന്താണോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് നമ്മൾ അറിയണം, അതായത് എന്താണോ നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. സോ അത്തരത്തിൽ എങ്ങനെയാണോ ഇൻട്രാഡേയിൽ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് എന്തൊക്കെയാണോ എവിടൊക്കെയാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിരുത്തി മനസ്സിലാക്കുക. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് വലിയ ഭീകരമാക്കാനുള്ള സംഭവമല്ല, പക്ഷേ ഇതെവിടെ നമ്മൾ എഴുതി വെക്കാനോ അല്ലെങ്കിൽ പഠിച്ചു വെക്കാനോ അങ്ങനെയുള്ള കാര്യം വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു പാറ്റേൺ കിട്ടിയാലോ, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടർ റെസിസ്റ്റൻസ് കിട്ടിയാലോ, നമുക്കൊരു മൂവിങ് ആവറേജ് ബ്രേക്ക് കിട്ടിയാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പോട്ട് നമുക്ക് കിട്ടി, ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ആ എൻട്രി എടുക്കുന്നതിന് ഏത് ഓർഡറാണ് നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യേണ്ടുള്ളത്, ഇതിൻ്റെ ഏത് ടൈപ്പ് ഓർഡർ നമ്മൾ യൂസ് ചെയ്യണം, ഇതെല്ലാം നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റം അല്ലേ, ലാപ്ടോപ്പിൽ എങ്ങനെയാണോ അതിൻ്റെ വ്യൂവിലാണ്. പക്ഷേ അത് ഫോണിൽ നോക്കുമ്പം സംഭവങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഒരു ലേ ഔട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ മാറ്റം കാണും. ചിലപ്പം ഇവിടെ ഓർഡർ ടൈപ്പ് ആയിരിക്കും, ഫോണിൽ ചിലപ്പോൾ ആദ്യം കിടക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ ഇത് ആദ്യം അപ്സ്റ്റോക്സിൻ്റെ രീതിയിൽ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അതിൽ നിന്ന് 2 കാര്യം മാത്രമേ സെറോദയിൽ വ്യത്യാസമുള്ളൂ. അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ ക്ലൈമാക്സിൽ ഞാൻ പറയാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്ന് വളരെയധികം ക്ലിയർ ആയിട്ട് തലയിലോട്ട് കയറ്റിയിട്ടുള്ള ഒരു സാധനമാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. സോ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ചുമ്മാ കുറേ ലെക്ചർ അടിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി പ്രസൻറ്റേഷനിലോട്ട് പോകാം. കാര്യം ഞാൻ ഓൾറെഡി ഒരു 3-4 സ്ലൈഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഓരോ സ്ലൈഡ് കാണിക്കുമ്പോഴും ഞാൻ കഴ്സർ മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ചുമ്മാ എന്തുവാന്ന് വന്ന് നോക്കേണ്ട കാര്യമില്ല. എടുത്ത് വെച്ചിട്ട് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പ്രസൻറ്റേഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഞാനിപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ ഒരു ഓർഡർ ഫോർമാറ്റ് ആണ് കാണിക്കുന്നത്. ഈ സൈഡിൽ ഞാൻ ഇപ്പോൾ എൻ്റെ കഴ്സർ നിങ്ങളൊന്ന് നോക്കേ. ആദ്യം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നിങ്ങളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിചാരിക്കുന്നു. ആദ്യം ഈ കാണുന്ന ഈ ഒരു വ്യൂ ഇല്ലേ, നമ്മുടെ ഈ റിവ്യൂ ബൈ ഓർഡർ, ഈ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വ്യൂ ഇല്ലേ, ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാനോ വിൽക്കാനോ നേരം നമുക്ക് കാണുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത് ചിലപ്പോൾ ഫോണിൽ നിങ്ങൾ നോക്കുമ്പോൾ സംഭവങ്ങളൊക്കെ ഈ ക്വാണ്ടിറ്റി, പ്രോഡക്റ്റ്, കോംപ്ലക്സിറ്റി, ഓർഡർ ടൈപ്പ്, ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി, വാലിഡിറ്റി ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ലേ ഔട്ട് അങ്ങോട്ടൊക്കെ ഒരു വ്യത്യാസം കാണും. ചിലപ്പോൾ കോംപ്ലക്സിറ്റി ആയിരിക്കും ആദ്യം, പ്രോഡക്റ്റ് ഇവിടെ ആയിരിക്കും, മാർക്കറ്റ് ടൈപ്പ് ഇവിടെ ആയിരിക്കും. അങ്ങനെ വേറെ ലേ ഔട്ടിൽ എന്തെങ്കിലും വ്യത്യാസം കാണും, അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. സെറോദയിൽ എന്താണെന്നുള്ളത് ഞാൻ ക്ലൈമാക്സിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റ്ലി നമ്മളൊരു ചാർട്ടിൽ പോയി ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ബൈ വാങ്ങുന്നത്, എവിടെയാണ് ഞെക്കേണ്ടുള്ളത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇതാദ്യം എന്തിനാണോ ഈ ഒരു വീഡിയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതാണ്ട്
അതേപോലെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കൂട്ടുക ABC ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി ഇതാണ്ട് ബൈ ആണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ബൈ ആണെന്ന് കൂട്ടുക. അപ്പം നമുക്ക് മെയിനായിട്ട് അറിയേണ്ടുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ബൈ ആണോ സെല്ലാണോ, എന്തിനാണ് നിങ്ങൾ വന്നേക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടുള്ള ഒരു കാര്യം, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നമ്മൾ കൊടുക്കുക. ഈ ലോട്ട് സൈസ് ഒക്കെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ വരുമ്പോൾ ഉള്ള കാര്യം, അത് നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ പ്രോഡക്റ്റ്, ഈ ഓരോ സർക്കിൾ, ഇതാ ഈ ഇങ്ങനെ 4 സർക്കിൾ ഞാൻ ഇട്ടേക്കുന്നുണ്ട, ഇതിൻ്റെ എല്ലാം അകത്ത് ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇട്ടേക്കുന്നത്. ആ ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പം മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ആ പ്രോഡക്റ്റിൽ എന്താ ഉണ്ട്, ഇൻട്രാഡേ ഉണ്ട്, ഡെലിവറി ഉണ്ട്. ഇതിനകത്ത് ഏതാണെന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെലിവറി ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ഒന്നും ചെയ്യാനില്ല. ഡെലിവറി ആണെങ്കിൽ ജസ്റ്റ് ഒരു ഓർഡർ ബൈ ചെയ്യലേ ഉള്ളൂ, അതിനകത്ത് വേറെ കോംപ്ലക്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇൻട്രാഡേ ഇവിടെ കൊടുക്കുക. കോംപ്ലക്സിറ്റി, അതായത് ഓർഡർ കോംപ്ലക്സിറ്റി എന്താണ്, അവിടെ 3 സംഭവങ്ങൾ വരും. ഈ ആരോയിൽ ഞെക്കുമ്പോൾ സിമ്പിൾ, കവർ ഓർഡർ, എം ഓർഡർ, അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷമാണ് ഓർഡർ ടൈപ്പ്. ഏത് തരത്തിലുള്ള ഓർഡറാണ് നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് മാർക്കറ്റ് ഓർഡർ ആണോ, ലിമിറ്റ് ഓർഡർ ആണോ, SL മാർക്കറ്റ് ഓർഡർ ആണോ, SL ലിമിറ്റ് ഓർഡർ ആണോ, അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി, അത് നിങ്ങൾ വലുതായിട്ട് അറിയേണ്ട. അതായത് വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പം സത്യത്തിൽ ഇവിടെ 1000 ക്വാണ്ടിറ്റി ആയിരിക്കും എടുക്കുന്നത്, ഇവിടെ ഒരു 100 ക്വാണ്ടിറ്റിയെ നിങ്ങൾ കൊടുക്കുന്നുള്ളെങ്കിൽ അതേ പുറത്ത് കാണിക്കത്തുള്ളൂ. അതായത് ഒരു വോളിയത്തിൻ്റെ ഇടയിൽ ഈ 1000 ഒന്നും കാണിക്കത്തില്ല. അത് സത്യത്തിൽ അത് കാര്യമൊന്നുമുള്ള കാര്യമല്ല, ഓപ്ഷണലായിട്ട് നിങ്ങളങ്ങ് വിട്ടാൽ മതി. പിന്നെ അറിയേണ്ടുള്ളതാണ് ആറാമത്തെ വാലിഡിറ്റി. അത് ഡേ ആണോ അതോ IOC എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞുതരാം, ഡീറ്റെയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇതാണ്ട് 3, 4, 5, 6 എന്താണ് പ്രോഡക്റ്റ്, എന്താണ് ഓർഡർ കോംപ്ലക്സിറ്റി, എന്താണ് ഓർഡർ ടൈപ്പ്, എന്താണ് ഓർഡർ വാലിഡിറ്റി. ഒരു പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഇത് 4 ആയിരിക്കും മെയിനായിട്ടുള്ള സംശയം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ ആദ്യമായിട്ട് നമ്മളൊരു ഇൻട്രാഡേ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട്, ഞാൻ ഇതിനു മുമ്പ് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിട്ട് വരെ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പക്ഷേ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഓർഡർ ടൈപ്പും ഓർഡർ കോംപ്ലക്സിറ്റിയും ഓർഡറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യാം. ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ബൈ ആണോ സെല്ലാണോ, അതിപ്പോൾ നമുക്ക് ആർക്കായാലും നമ്മൾ എന്താണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് നമ്മൾ നോക്കുക. അതിനുശേഷം ഈ പറയുന്ന 3 കാര്യങ്ങൾ, എന്താണോ നമ്മുടെ പ്രോഡക്റ്റ്, അതായത് നമ്മൾ ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ, നമ്മൾ ഓർഡർ കോംപ്ലക്സിറ്റി എന്താണ്, അതിനകത്ത് സിമ്പിൾ ആണോ, കവർ ഓർഡർ ആണോ, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആണോ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതുപോലെ ഏത് മാർക്കറ്റ് ഓർഡർ ടൈപ്പാണ്, മാർക്കറ്റ് ആണോ, ലിമിറ്റ് ആണോ, SL ലിമിറ്റ് ആണോ, SLM ആണോ, അതുപോലെ ഓർഡർ വാലിഡിറ്റി എന്താണ്. ഈ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചുരുക്കത്തിൽ ഇവിടെ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇതറിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതായത് ഇത് സത്യത്തിൽ ഇതറിഞ്ഞാലല്ലേ നമ്മൾ ഈ പഠിച്ചത് കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അതായത് ഒരു എൻട്രി നമ്മൾ എടുക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഓർഡറാക്കി പ്ലേസ് ചെയ്യണമെന്നൊരു ഐഡിയ നമുക്ക് വേണ്ടേ, അതിനാണ് നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത് നമ്മൾ അറിയേണ്ടുള്ള കാര്യം, നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതാണ്. ഇൻട്രാഡേ ആണോ അതോ ഡെലിവറി ആണോ. അതായത് ആ പ്രോഡക്റ്റിൽ നമ്മൾ ഇൻട്രാഡേ എന്ന് കൊടുക്കുവാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ രാവിലെ 9:15 ശേഷം, ഓക്കെ, രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:30 വരെ ഇടയിലുള്ള ഒരു ട്രേഡാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, 3:30 വേണ്ട 3:15 ഇടയിലുള്ള ഒരു ട്രേഡാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ അവിടെ ഇൻട്രാഡേ കൊടുക്കുക. അല്ല, നമ്മളൊരു ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിച്ച് ഒരു സ്വിങ്ങോ പൊസിഷനോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഡെലിവറി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് വരുന്ന സംഭവമാണ് ഓർഡർ കോംപ്ലക്സിറ്റി. അവിടെ 3 കാര്യങ്ങൾ വരുന്നു: സിമ്പിൾ, കവർ ഓർഡർ, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ഇത് 3 എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ആൻ ഓർഡർ ഇൻ വിച്ച് ദ ട്രേഡ് സിംപ്ലി ട്രേഡഡ് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഇഫ് ദ മാർക്കറ്റ് ഓർഡർ ടൈപ്പ് ഈസ് ഓൾസോ മാർക്കറ്റ് ടൈപ്പ്. ഓക്കെ, അതായത് നമ്മൾ സിമ്പിൾ ഓർഡർ ആണ് ഓർഡർ കോംപ്ലക്സിറ്റിയിൽ കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ ഇപ്പോൾ 100 രൂപയാണ് ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ഇപ്പം നിൽക്കുന്നത്. അത് ABC എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൈസ് ഇപ്പോൾ 100 രൂപയാണ് നിൽക്കുന്നത്. നമ്മൾ സിമ്പിൾ ഓർഡറിൽ ജസ്റ്റ് ബൈ അങ്ങ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഓർഡർ എന്താണോ കറൻ്റ്ലി ആ മാർക്കറ്റ് പ്രൈസ്, ആ ഓർഡറിൽ അങ്ങ് ബൈ ആവും. മനസ്സിലായോ? അതായത് ഓർഡർ ടൈപ്പും മാർക്കറ്റ് തന്നെ ആണെങ്കിൽ സിമ്പിൾ ഓർഡർ പ്ലേസ് ചെയ്യുവാണെങ്കിൽ എന്താണോ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ മാർക്കറ്റിൻ്റെ ആ ഒരു സ്റ്റോക്കിൻ്റെ വില, ആ ഒരു വിലയിൽ തന്നെ അങ്ങ്
ഓർഡർ പ്ലേസ് ആവും. അതാണ് സിമ്പിൾ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. രണ്ടാമത് കവർ ഓർഡർ. കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദിസ് ഈസ് എ സ്പെഷ്യൽ ഓർഡർ ടൈപ്പ് ദാറ്റ് ഹാസ് എ മാർക്കറ്റ് ഓർഡർ ആൻഡ് എ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ അറ്റാച്ച്ഡ് ടു ഇറ്റ്. In this type of special order, the first leg is always a limit or market order, one executed, the second leg, the stop loss market order is placed. Okay. അതായത് നമ്മളൊരു കവർ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓർഡർ കോംപ്ലക്സിറ്റിയുടെ അവിടെ, അതായത് ഇതാണ്ടേ ഈ ഓർഡർ കോംപ്ലക്സിറ്റിയിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് സിമ്പിളിന് പകരം കവർ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ഒന്ന്, ഏത് ഓർഡറിലാണോ നമുക്കിത് പ്ലേസ് ആവേണ്ടുള്ളത്. രണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്, അതാണ് കവർ ഓർഡർ എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം, അതായത് നമ്മൾ 100 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുക, 100 രൂപയുടെ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ഉള്ള ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസും കൂടെ കൊടുക്കാൻ പറ്റും. അതായത് ഇത് 95ൻ്റെ താഴോട്ട് വന്നാൽ വിറ്റ് പോയേരെ, അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഓർഡറാണ് കവർ ഓർഡർ. നമ്മുടെ ലോസിനെ, ഭീകരമായിട്ടുള്ള ലോസിലോട്ട് പോകാതെ കവർ ചെയ്തെടുക്കുന്ന ആ ഒരു ഓർഡറിനെയാണ് കവർ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എന്നാലും ഒന്നുകൂടെ വായിച്ചോളൂ. After market order is for those people who are busy during market hours but wish to participate. You can plan your orders at leisure before the market opens and plan and place an order after the market closes. അതായത് വേറൊന്നുമില്ല, നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം, അതായത് നമ്മളിപ്പം ഓൾറെഡി ഈ ട്രേഡ് ചെയ്ത്, ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ എനിക്ക് ചാർട്ടിന് മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ അന്നത്തെ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നൈറ്റ് ഞാനിരുന്ന് നോക്കും എവിടെയൊക്കെ സപ്പോർട്ടുണ്ട്, എവിടെയൊക്കെ റെസിസ്റ്റൻ്റ് ഉണ്ട്, നാളെ ബ്രേക്കൗട്ട് ആവാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചിട്ട് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഒരു ഓർഡർ ഇന്നേ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് പിറ്റേ ദിവസത്തേക്ക് ഒരു ഓർഡർ ഞാൻ അവിടെ ലൈവിൽ ഇല്ലെങ്കിലും എനിക്ക് ഇന്നേ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഡർ, അതാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. പക്ഷേ അതിനതൊരു ടൈമിംഗ് ഉണ്ട്. അതിൽ ഇക്വിറ്റി, അതായത് നമ്മൾ ഈ വാങ്ങിക്കുന്ന കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ വിൽക്കലില്ലേ, അതിന് ഉള്ള ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതാണ്ട് ഇക്വിറ്റിയിലാണെങ്കിൽ 4:01, അതായത് 4 മണി മുതൽ രാത്രി 12 മണി വരെയും പിറ്റേന്ന് വെളുപ്പിനെ 5 മണി മുതൽ 8:58 വരെയും. അതായത് ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ 4 മണി മുതൽ ഇന്ന് രാത്രി 12 മണി വരെ എനിക്ക് ഇതിനിടയിൽ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പ്ലേസ് ചെയ്ത് വയ്ക്കാം. 12 മണി മുതൽ രാവിലെ 5 മണി വരെ എപ്പോഴും ഈ പ്ലാറ്റ്ഫോം എല്ലാം മെയിൻ്റനൻസ് പരിപാടി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് നടക്കില്ല. അതിനുശേഷം 5 മണി മുതൽ, നാളെ വെളുപ്പിനെ 5 മണി മുതൽ പിറ്റേന്ന് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 9 മണിക്കാണ്. 8:58 വരെയും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ടൈമിംഗ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതാ കണ്ടോ, കാണാം. പിന്നെ ഞാനത് കൊടുക്കുന്നില്ല, അതൊക്കെ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്, നമുക്ക് അപ്പം മനസ്സിലാക്കാം. അപ്പോൾ ഈ ഓർഡർ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3 തരത്തിലാണ്. ഒന്ന് സിമ്പിൾ ഓർഡർ, മാർക്കറ്റ് ഓർഡറിൽ തന്നെ പ്ലേസ് ആവുക. ഒന്ന് കവർ ഓർഡർ എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റും. മൂന്നാമത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ഇതിനകത്ത് ഏതാണോ നമുക്ക് വേണ്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വരുന്ന സംഭവം എന്താണ്? ഓർഡർ ടൈപ്പ്. ഈ ഓർഡർ ടൈപ്പിൽ അടുത്ത ഓർഡർ ടൈപ്പ് ഇതാണ്. അതിനകത്ത് ഒന്നാമത്തെയാണ് മാർക്കറ്റ് ഓർഡർ. ഇതാണ്ടേ, ഇവിടെ കണ്ടല്ലോ ഓർഡർ ടൈപ്പ് കണ്ടോ. അതിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മാർക്കറ്റ് വരും, ലിമിറ്റ് വരും, SL ലിമിറ്റ് വരും, SL മാർക്കറ്റ് വരും. അതിനകത്ത് ഇപ്പോൾ മാർക്കറ്റ് ഓർഡർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഓരോന്നും നമുക്ക് ആവശ്യാനുസരണം നമ്മൾ മാറ്റിക്കോണം. എ മാർക്കറ്റ് ഓർഡർ ഈസ് വെൻ യു വിഷ് ടു പർച്ചേസ് ഓർ സെൽ എ സ്റ്റോക്ക് അറ്റ് പ്രീ അവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. വൺസ് യുവർ ഓർഡർ ഈസ് പ്ലേസ് ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഈ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള മാർക്കറ്റിൻ്റെ പ്രൈസ് എന്താണോ, അത് കറൻ്റ്ലി ഉള്ള ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്താണോ ആ ഒരു പ്രൈസിൽ തന്നെ നമ്മൾ ഓർഡർ അപ്പം തന്നെ അങ്ങ് പ്ലേസ് ചെയ്യുന്നതിനാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞത്. രണ്ടാമത് ലിമിറ്റ് ഓർഡർ. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേറൊന്നുമില്ല, നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ മറ്റേത് കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ഓർഡർ ടൈപ്പിൽ നമ്മൾ ലിമിറ്റ് ഓർഡർ കൊടുത്താൽ ഒരു 100 രൂപയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക്. അപ്പോൾ അവിടെ ലിമിറ്റ് എന്നുദ്ദേശിച്ചത് എന്തുമായിരിക്കും? അതായത് നമ്മളിപ്പം ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ വില വീശുന്നതെന്ന് ആലോചിച്ച് നോക്കെ നിങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വില വീശുന്നതെന്ന് ആലോചിച്ച് നോക്കെ.
അതിനകത്ത് ആ മീനിൻ്റെ വില മീൻകാരി പറഞ്ഞത് ഇപ്പോൾ മീൻകാരി പറഞ്ഞത് ഇപ്പോൾ ഒരു 300 രൂപയെന്ന് വെക്കുക. ഞാൻ മീൻകാരി എന്ന് പറയുന്ന ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. 300 രൂപയെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമ്മളെന്താ പറയും, 200 രൂപയ്ക്കാണെങ്കിൽ വാങ്ങിക്കാം അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു 100 രൂപയായിരിക്കും. നമ്മൾ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് ഒരു 95 അങ്ങോട്ട് ആക്കിയിടും. അതായത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് 95-ലെത്തിയാൽ നമ്മൾ വാങ്ങിക്കും. അതായത് 100 രൂപയിൽ ഒരു പ്രൈസ് കിടക്കുന്ന സമയത്ത് നമ്മൾ ലിമിറ്റ് ഓർഡർ പോയി 95-ൽ ക്ലിക്ക് ചെയ്ത് വെക്കും. എപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് 95-ൽ വരുന്നോ ആ സ്പോട്ടിൽ നമ്മുടെ ഓർഡർ പ്ലേസ് ആവും. അതാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ഇതിലും ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, സ്റ്റോപ്പ് ലോസ് ഓർഡർ, അതായത് കവർ ഓർഡർ. എന്തായിരുന്നു കവർ ഓർഡർ പറഞ്ഞാൽ നോക്കിയോ, in order to limit the loss you might face if the price move against your trade, you can place a stop loss by your sell order. Okay, such order are primarily meant to limit your loss on a trade. The price you mention in the stop loss order is the highest risk that you are ready to take on that risk. Okay, stop loss order എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളാരും യന്ത്രമനുഷ്യന്മാരല്ല, ദൈവവും അല്ല. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെയും ഓരോ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും നമ്മളെ എക്സ്പീരിയൻസിൻ്റെയും ചാർട്ട് റീഡിങ്ങിൻ്റെയും എല്ലാം ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രാഡേയിൽ നമ്മളൊരു എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന 50,000 സ്റ്റോക്കുകളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ശരിയായിരിക്കണം, ഞാൻ എടുക്കുന്ന എല്ലാ സ്റ്റോക്കും ശരിയായിരിക്കണം എന്ന് വിചാരിച്ച് നടക്കുമോ? ഇല്ല. നമ്മൾ ചില സമയത്ത് തെറ്റുപറ്റാം, മാർക്കറ്റിൽ വോളറ്റൈലിറ്റി സംഭവിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് നമ്മുടെ അമിതമായിട്ട് ക്യാഷ് പോകാൻ പാടില്ല. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അതായത് വലിയ ഭീകര ലോസിലോട്ട് പോകാതെ നമുക്ക് ഒരു നിശ്ചിത ലെവലെത്തുമ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അങ്ങ് ഹിറ്റ് ആവണം. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ 2 തരത്തിലുള്ള രീതികളുണ്ട്. SL ലിമിറ്റ്, അതായത് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ്. ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർഡർ ടൈപ്പിൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കുകയല്ല. ഈ 2 കാര്യം, ഇനി പറയാൻ പോകുന്ന 2 കാര്യം മനസ്സിലാക്കാനാണ് കുറച്ച് നമ്മൾ നമ്മുടെ തലയൊന്ന് യൂസ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. അത് ആദ്യം പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് ഓർഡർ പ്ലേസ് ഒക്കെ ആയി തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതായത് ഒന്നാമത്തതാണ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ. നിങ്ങൾ ആ റെഡിൽ എഴുതിയേക്കുന്ന ഞാൻ എപ്പോഴും ആദ്യമേ പറഞ്ഞായിരുന്നു, ഓരോ സ്ക്രീൻ വരുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓരോ സ്ലൈഡ് വരുമ്പോഴും ഇതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. എ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ് ദ പ്രൈസ് ദാറ്റ് യു വാണ്ട് യുവർ ഓർഡർ ടു ബി എക്സിക്യൂട്ടഡ് അറ്റ്. ഇൻ ദിസ് കൈൻഡ് ഓഫ് സ്റ്റോപ്പ് ലോസ് ഓർഡർ യു നീഡ് ടു എൻ്റർ എ ട്രിഗർ ആൻഡ് ലിമിറ്റ് പ്രൈസ്. എന്താ മനസ്സിലായി? അതായത് നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞതിന് ശേഷം, ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കൈൻഡ് ഓഫ് ഓർഡർ ബെറ്റർ. ഓക്കെ, നിങ്ങൾ ആ എക്സാമ്പിളൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. Suppose you hold a buy position at ₹100 and you want to limit your loss in the falling market. That you can place a sell stop loss limit order where you can place your trigger price at 96 and limit price 95. Once the market price reaches the trigger price of 96, your limit order gets activated and the order gets executed at the best available above 95. Okay. എന്ന് വെച്ചാൽ ലിമിറ്റ് ഇപ്പം നിങ്ങൾ ഓൾറെഡി ആ റെഡിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ വായിക്കുക. അതിനുശേഷം ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 100 രൂപയിൽ ഒരു പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ മാർക്കറ്റ് ഓർഡർ ആ ഒരു 100 രൂപയിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തേക്കും ഓൾറെഡി. അപ്പം നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് കയറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മാർക്കറ്റ് ബൈ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ ബൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ 100 രൂപയിൽ നിൽക്കുന്ന പ്രൈസ് ഇത് താഴോട്ട് ഇടിഞ്ഞിടിഞ്ഞ് വന്നാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമല്ലോ. ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. ഒന്നീ ഒരു ലിമിറ്റ് ഓർഡർ ആയിട്ട് നമുക്കൊരു 95 വെക്കാം. ഓക്കെ, ചില സമയത്ത് ഇത് പെട്ടെന്ന് ഇടിഞ്ഞിടിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 95 ടച്ച് ചെയ്യാതെ പടപടയെന്നും പറഞ്ഞ് ഇറങ്ങി വരും. അതായത് 100ൽ നിന്ന് 97, 94, 91 അങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ ലിമിറ്റിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ് പ്രൈസ് ഏതാണോ അതിൽ ടച്ച് ചെയ്താൽ മാത്രമേ ആ ഓർഡർ പ്ലേസ് ആവും. അല്ലാതെ ഇപ്പോൾ 95 നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തിരുന്നത്, 96 എത്തി, എന്നിട്ട് 95 എത്താതെ തന്നെ 94 എത്തിക്കഴിഞ്ഞാൽ അത് ലിമിറ്റിൽ ടച്ച് ചെയ്തില്ല, അപ്പോൾ അത് പ്ലേസ് ആവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്,
ഒരു 100 രൂപയിൽ നമ്മുടെ ഓൾറെഡി നിൽക്കുന്ന നമ്മുടെ പൊസിഷൻ നമുക്ക് ഒരു SL ലിമിറ്റ് പ്ലേസ് ചെയ്യാം. SL ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ SL ലിമിറ്റ് നമ്മൾ ഓർഡർ ടൈപ്പിൽ വന്നിട്ട് നമ്മൾ SL ലിമിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ ചോദിക്കും. ട്രിഗർ പ്രൈസും ചോദിക്കും, ലിമിറ്റ് പ്രൈസും ചോദിക്കും. അപ്പോൾ നമ്മൾ ട്രിഗർ പ്രൈസിൽ 100 രൂപയുടെ ഒരു ഷെയറാണ് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ട്രിഗർ പ്രൈസിൽ നമ്മളൊരു 96 അങ്ങ് കൊടുക്കുക, ലിമിറ്റ് പ്രൈസിൽ നമ്മൾ 95 കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ 96 അങ്ങോട്ട് ട്രിഗറായി അപ്പം തന്നെ എന്നിട്ട് മറ്റേ 95 കഴിയുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞു. അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ സെൽ സൈഡ് ആണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ സെല്ല് ചെയ്തിട്ടിരിക്കുന്ന ആളാണെങ്കിൽ മുകളിലോട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ല, താഴെ കൊടുത്തിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം 100 രൂപയാണ് ഒരു സാധനം നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇറങ്ങുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് സെല്ല് ചെയ്യും. അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയാൽ നമുക്ക് നഷ്ടം. കാര്യം നമ്മൾ സെല്ല് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമുക്കൊരു 104 നമുക്ക് ട്രിഗറായിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 105 നമുക്ക് ലിമിറ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയാം, എനിക്കിത് സത്യം പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് എടുത്തെന്ന് തോന്നുന്നു ഞാനിത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അങ്ങോട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒന്നുകൂടെ ഇരുത്തി ആ ഒരു എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഓക്കെ, ഇതിൽ ടച്ച് ചെയ്താൽ മാത്രമല്ലേ ഈ ഓർഡറും പ്ലേസ് ആവത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം ഇതിലൊന്നും ടച്ച് ചെയ്യാതെ വന്നാൽ എന്താ ചെയ്യും? അപ്പം എന്തോ ചെയ്യും നമ്മൾ? അപ്പം അതിന് പരിഹാരമായിട്ടാണ് SL മാർക്കറ്റ് എന്ന് പറയുന്ന ഓർഡർ വരുന്നത്. അത് പറയുന്നതിന് മുന്നേ അത് ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അതാണ്ട് if your limit order is not executed due to market volatility, then the order will be shown as a pending order. Once the market price reach the limit price, the order will get executed. മനസ്സിലായോ? അതായത് ഈ ട്രിഗറിൽ അങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വന്ന് മറ്റേ നമ്മുടെ ലിമിറ്റിലോട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി, ആ സ്പോട്ടിൽ തന്നെ ആയിക്കോളും. പക്ഷേ ഇൻ കേസ് മാർക്കറ്റ് വോളറ്റൈലിറ്റി കാരണം ഈ ട്രിഗർ പ്രൈസ് ടച്ച് ചെയ്തു, എന്നിട്ട് പക്ഷേ നമ്മുടെ ലിമിറ്റിലൊന്നും ടച്ച് ചെയ്യാതെ നേരെ അങ്ങ് പോയി. അപ്പോൾ അതിങ്ങനെ പെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ കിടക്കും. എപ്പോൾ തിരിച്ചു വന്ന് ആ ഒരു 95 ടച്ച് ചെയ്യുന്ന അപ്പോഴേ ആ ഓർഡർ പ്ലേസ് ആവത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് അതും ഒരു വിഷയമാണല്ലേ. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് SL മാർക്കറ്റ് എന്ന് പറയുന്നൊരു ഓർഡർ. അതായത് അതിനകത്ത് നമ്മളൊരു ട്രിഗർ പ്രൈസ് മാത്രം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ആ ട്രിഗർ പ്രൈസിൽ എങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അത് മാർക്കറ്റ് ഓർഡറിൽ അങ്ങ് പ്ലേസ് ആവും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താഴോട്ട് എഴുതിയിട്ടുണ്ട്. ആ റെഡിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ വായിക്കുക. ഇൻ എ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ യു എൻ്റർ എ ട്രിഗർ പ്രൈസ്. The trigger price is the price at which you wish to start buying or selling your shares at the prevailing market rates to avoid any further losses. A stop loss market order will get triggered only once your stock reaches that trigger price, and then the order becomes a market order. Send it to exchange to the executor. ഇതാണ് സിംപ്ലി പറഞ്ഞാൽ. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന SLM എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇതെല്ലാം ആകെപ്പാട് കൺഫ്യൂഷൻ എന്ന് എനിക്കറിയാം. നമുക്കിത് അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിലൊന്ന് പോവാം. ഈ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണിത്, എങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നേ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, ഇതിലാകെ സെറോദയുടെ വ്യത്യാസം എന്താണെന്നുള്ളത് അറിയണ്ടേ. അതാണ് ദാണ്ട് ഈ ചാർട്ടിൽ ഇപ്പം നിങ്ങൾ കാണുന്നത്. സെറോദേറ ഓർഡർ ഫോർമാറ്റ് ഇതെല്ലാം കമ്പ്യൂട്ടർ വ്യൂ ആണ്. ലാപ്ടോപ്പ് നിങ്ങളുടെ ഫോണിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ലേ ഔട്ടിൻ്റെ വ്യത്യാസം വരും. ബാക്കി കാര്യങ്ങളെല്ലാം ഇത് തന്നെ. അതാണ്ട് സോറി, ഇവിടെ ടൈറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നതാണ്. ഇതൊരു കമ്പനിയുടെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ദാണ്ടേ സെറോദേറ ഓർഡർ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് ദാണ്ടേ ഈ നീലയില്ലേ, ഈ ടോങ്കിൾ അങ്ങോട്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെല്ലാവും. ഇപ്പം ഇത് ബൈ ആണ്. അതിനാണ് ഞാൻ ഈ സർക്കിൾ കൊടുത്തേക്കുന്നത്. അതിനുശേഷം റെഗുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്സ്റ്റോക്സിലെ സിമ്പിൾ, കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്സ്റ്റോക്സിലെ CO ഓർഡർ, AMO എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ അപ്സ്റ്റോക്സിലാണൊക്കെ തന്നെ. പിന്നെ ഇൻട്രാഡേ അതിന് ഇതിനകത്ത് സെറോദയിൽ MIS എന്നാണ് പറയുന്നത്. നമ്മുടെ അപ്സ്റ്റോക്സിൽ ഡെലിവറി അതിന് ഇതിൽ ലോങ് ടേം എന്നാണ് പറയുന്നത്. അതിൻ്റെ അബ്രിവേഷൻ ഫോമാണ് ദാണ്ട് CNC, MIS, CNC, ദാണ്ട് ഈ റെഗുലർ. ഈ ഇത്രയും മാത്രമേ ഉള്ളൂ അതുമായിട്ട് വെച്ചാൽ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചത് തന്നെ. മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, SL ലിമിറ്റ് ഓർഡർ, SL മാർക്കറ്റ് ഓർഡർ.
ഇതിനകത്ത് ഇനി ഇത് ഞാൻ പറഞ്ഞില്ലല്ലേ, ഓർഡർ വാലിഡിറ്റി എന്താണെന്ന് പറഞ്ഞില്ലല്ലേ. ഓക്കെ, ഇതാണ്ടേ. ഇനി ഈ ഓർഡർ വാലിഡിറ്റി ഡേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെ 9:15 ഓക്കെ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇവിടെ തട്ടി കയറും എന്നൊരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ ലിമിറ്റ് ഓർഡറൊക്കെ ഇട്ടിട്ടിരിക്കുക. ഞാൻ ഒരു വാലിഡിറ്റി, അതായത് ഓർഡർ വാലിഡിറ്റി, ഇതാ ഈ സാധനം ഞാൻ ഡേ ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ ആ ഓർഡറിന് അന്നത്തെ ദിവസം വൈകിട്ട് 3:15 വരെയും വാലിഡിറ്റി ഉണ്ട്. അതിനിടയിൽ എപ്പം നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലും ആ ഓർഡർ പ്ലേസ് ആവും. നേരെ മറിച്ച് ഓർഡർ വാലിഡിറ്റി ഇതാ IOC ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ഇമീഡിയറ്റ് ഓർ ക്യാൻസൽ. അതായത് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നു മാർക്കറ്റിലോട്ട്, ഞാനൊരു 10-11 ആയപ്പോൾ വന്നു. ഓക്കെ, ഒരു മാർക്കറ്റിൽ ഒരു എൻട്രിക്കുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ നേരെ വന്ന് IOC സെലക്ട് ചെയ്തിട്ടാണ് ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് ഓർഡർ പ്ലേസ് ആവും, അല്ലെങ്കിൽ ആ ഓർഡർ അപ്പോൾ തന്നെ ക്യാൻസൽ ആവും. അതാണ് IOC. അതൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, എല്ലാവരും ഡേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഇവിടെ പോയിട്ട്, അതായത് നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം, അതിനകത്ത് ഓരോരുത്തർ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത്, സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊരു ഐഡിയ കിട്ടും. ഇതിപ്പോൾ ഞാൻ അപ്സ്റ്റോക്സിൻ്റെ നമ്മുടെ പഴയ അപ്സ്റ്റോക്സിൻ്റെ ഒരു വ്യൂവിലാണ് ഞാനിതിപ്പോൾ കാണിച്ചേക്കുന്നത്. കാര്യം ഇതിലായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ. ഇപ്പം ഈ സൈഡിൽ കൊടുത്തേക്കുന്നുണ്ട്, ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നല്ല ടൈറ്റാൻ്റെ ഒരു കമ്പനിയുടെ ഷെയർ അതിപ്പോൾ ബൈ ആണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം, സെല്ലാണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ടോങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുമ്പോൾ മാറും. അതിനുശേഷം താണ്ട് ബൈ നമ്മൾ കൊടുത്തു. എനിക്കൊരു 100 ക്വാണ്ടിറ്റി വാങ്ങിക്കണം. ഓക്കെ, 100 ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡെലിവറിയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് 2,47,390 രൂപ വേണം നമുക്ക്. അയ്യോ, അപ്പോൾ നമ്മളിൽ നേരെ മറിച്ച് നമ്മൾ അതേ സാധനം നമ്മൾ ഇൻട്രാഡേ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് 49,478 രൂപ മതി. എന്തുകൊണ്ടാണ്? അതായത് നമുക്ക് 5x ലിവറേജ് നമുക്ക് ഇൻട്രാഡേയിൽ കിട്ടുന്നില്ലേ. അതായത് അതേ സാധനം ഡെലിവറി എടുക്കണമെങ്കിൽ 2,50,000 സംതിങ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ 5x എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5-1 മതി നമുക്ക് ഇൻട്രാഡേയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതൊന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഇരിക്കുന്ന ക്യാഷിന് നമുക്ക് ഈ ഓർഡർ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ 100 എണ്ണം ഞാനിവിടെ സിമ്പിൾ ഓർഡർ ആണെങ്കിൽ ഇതാണ്. ഇവിടെ സിമ്പിൾ ആണെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ കവർ ഓർഡറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരും. നേരെ മറിച്ച് ഇവിടെ നമ്മൾ സിമ്പിൾ കൊടുത്താൽ വേറെ ഒന്നും കൊടുക്കാനില്ല. നേരെ വന്ന് നമ്മളിതാ റിവ്യൂ ബൈ ഓർഡർ നമ്മൾ ക്ലിക്ക് ചെയ്യുക, പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ 2,473.90 തന്നെ എന്താണോ മാർക്കറ്റ് പ്രൈസ് അതിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറഞ്ഞു. നേരെ മറിച്ച് എനിക്കിനി ഇതൊരു കവർ ഓർഡർ ആയിട്ട് സെറ്റ് ചെയ്യണം, അതായത് എനിക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർഡർ കോംപ്ലക്സിറ്റിയിൽ വന്നിട്ട് നമ്മളിതായി കവർ ഓർഡർ ഞെക്കും. അപ്പോൾ നമ്മളായിട്ട് ഓർഡർ ടൈപ്പ്, അതായത് ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കൊടുക്കാനുള്ള ഓർഡർ മാർക്കറ്റ് ഓർഡറിൽ അങ്ങ് പ്ലേസ് ആവട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതായത് 2,473 രൂപയിൽ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ആവട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ളത് അതങ്ങ് നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് എനിക്ക് 2,226.51-നും 2,051-നും 2,473.90 ഇടയിൽ എനിക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതെന്തുകൊണ്ടാണ്? കാര്യം ഇതിൻ്റെ ഏറ്റവും ഉള്ള ഒരു ലോവർ ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ താഴോട്ട് ഒരു ദിവസം ആ ഒരു പ്രൈസ് എക്സ്ചേഞ്ച് താഴോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. വിച്ച് മീൻസ് ഒരു ലോവർ സർക്യൂട്ട് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാം. നമ്മൾ എടുക്കുന്ന പ്രൈസ് അതിൽ നിന്ന് ലോവർ സർക്യൂട്ട് ലെവൽ എത്ര, ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ എന്താ കൊടുക്കുക, ഇതിൻ്റെ ഇടയിൽ എനിക്ക് കൊടുക്കാം. ഞാനൊരു 10 പോയിൻ്റേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 100 ക്വാണ്ടിറ്റി 10 പോയിൻ്റ് ആകുമ്പോൾ 1000 രൂപ എൻ്റെ സ്റ്റോപ്പ് ലോസ്. 100 ക്വാണ്ടിറ്റി ഞാനിവിടെ 10 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 2,463. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ റിവ്യൂ ബൈ ഓർഡർ കൊടുത്താൽ നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാൻ പറ്റും. നിങ്ങൾ CO ഓർഡറാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വാലിഡിറ്റി ബൈ ആണ്, നിങ്ങൾ ബൈ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഓർഡർ ടൈപ്പ് മാർക്കറ്റ് തന്നെയാണ്, അതായത് ഈ ഓർഡറിലാണ് പ്ലേസ് ആവാൻ പോകുന്നത്. നിങ്ങൾ ഇൻട്രാഡേ ഓർഡറാണ് എടുത്തേക്കുന്നത്. ക്വാണ്ടിറ്റി 100 എണ്ണമാണ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 2,663 ആണ്. എന്നിട്ട് നമ്മൾ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. സിംപ്ലി ഇത്രയേ ഉള്ളൂ.
ഇത്രയേ ഉള്ളൂ കവർ ഓർഡർ. അതായത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി സ്റ്റോപ്പ് ലോസിൽ തന്നെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യാം? SL ലിമിറ്റായിട്ടും സെറ്റ് ചെയ്യാം, SL മാർക്കറ്റായിട്ടും സെറ്റ് ചെയ്യാം. അതെന്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഈ കവർ ഓർഡറാണ് കൊടുത്തേക്കുന്നത്, കവർ ഓർഡർ തന്നെ കൊടുക്കുന്നു. ഈ സ്റ്റോപ്പ് ലോസിന് ലിമിറ്റ് കൊടുക്കുന്നു. ഞാനിവിടെ ഒരു ലിമിറ്റ് ഓർഡർ ആയിട്ട് കൊടുക്കുന്നു. അതായത് എനിക്കിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടെ എനിക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും? ഇപ്പം 2473 നിൽക്കുന്നത്. ഞാൻ പറയുക ഇതൊരു 2470 എത്തുവാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഇതും. അപ്പോൾ അതാ നോക്കിയോ. അപ്പോൾ കണ്ടില്ലേ, നേരത്തെ മാർക്കറ്റ് ഓർഡർ ആയിരുന്നു, ഇപ്പോൾ ഇത് ലിമിറ്റ് ഓർഡറായി. അതായത് നിങ്ങളുടെ 2470 എത്തിയാലേ നിങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 2463 രൂപ. ഇതാണ് SL ലിമിറ്റ് എന്ന് പറയുന്നത്. അതാണ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടുള്ളത്? ഓർഡർ കോംപ്ലക്സിറ്റിയിൽ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ഓക്കെ, ഈ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഇതാ നമുക്കിവിടെ മാർക്കറ്റ് ഓർഡറിൽ 100 രൂപ, ഇപ്പം 100 ക്വാണ്ടിറ്റി. അതായത് നാളെ രാവിലെ മാർക്കറ്റ്, അതായത് തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ആകുമ്പോൾ തന്നെ, തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ശനിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴാണോ പിറ്റേ ദിവസത്തെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ആ സമയത്ത് തന്നെ ഈ ഓർഡർ മാർക്കറ്റ് ഓർഡറിൽ അങ്ങ് പ്ലേസ് ആവും. അതായത് പിറ്റേ ദിവസത്തേക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏതൊരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് താണ്ടെ ഇതിൽ തന്നെ ലിമിറ്റ് ഓർഡർ ആക്കി കൊടുക്കണോ, ലിമിറ്റ് ഓർഡർ തന്നെ ആക്കണോ, അതോ നമുക്കിനി SL ആക്കണോ, നമുക്കിനി SL മാർക്കറ്റ് ആക്കണോ, എല്ലാം നമുക്ക് ആക്കാൻ പറ്റും. SL മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്ടേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓർഡർ കോംപ്ലക്സിറ്റി സിമ്പിൾ കൊടുത്തിട്ട് നമുക്ക് ഈ ഓർഡർ ടൈപ്പിൽ SL മാർക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതാണ്ടേ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ട്രിഗർ പ്രൈസ് ഇവിടെ ഇത് 2473 തന്നെ പ്ലേസ് ആവും. എന്നിട്ട് നമ്മൾ ട്രിഗർ പ്രൈസ് കൊടുക്കുക. ട്രിഗർ പ്രൈസ് ഇതാ 2460 നമ്മൾ കൊടുത്തേക്കുക. അങ്ങനാണെങ്കിൽ ഈ സാധനം SL മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 2460 ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് അങ്ങോട്ട് ട്രിഗർ ആവുന്ന ആ സെക്കൻഡിൽ പിന്നെ എവിടാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടുന്നത് ആ പ്രൈസിൽ അപ്പോൾ തന്നെ നമ്മളെ സ്റ്റോപ്പ് ലോസ് അങ്ങ് ഹിറ്റ് ആവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ആദ്യം കേൾക്കുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ട് തോന്നും. ഒന്ന് സമറൈസ് ചെയ്ത് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അപ്പോൾ ഉള്ള പ്രൈസിൽ തന്നെ ആവും. കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് തലേന്ന് രാത്രി ഇരുന്ന് ഓർഡർ റെഡിയാക്കി വെക്കാൻ പറ്റും. തലേന്ന് രാത്രിയോ വെളുപ്പിനെയോ എപ്പോഴേലും. അതിൻ്റെ ടൈമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഓർഡർ ടൈപ്പിൽ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അപ്പോൾ ഉള്ള പ്രൈസിൽ തന്നെ ഓർഡർ പ്ലേസ് ആവുന്നത്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ മീൻകടയിൽ പോകുന്നൊരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് വില വീശി ഇത്ര എത്തുമ്പോൾ മാത്രം വാങ്ങിച്ചാൽ മതി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്ത SL മാർക്കറ്റ്, SL ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസിൽ തന്നെ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റും. SL മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രിഗർ പ്രൈസ് കൊടുക്കാൻ പറ്റും. ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓരോന്നും മുമ്പ് ഞാൻ നേരത്തെ എഴുതിയ ആ ഒരു നോട്ടിൽ പോയി വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ചാർട്ടിൽ ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്നതിനൊക്കെ ചുമ്മാ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണല്ലേ SL, ഇതൊക്കെയാണ് ലിമിറ്റ്, ഇതൊക്കെയാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. സെറോദയിൽ എന്താണ് വ്യത്യാസം? സിമ്പിൾ ഓർഡറിന് പറയുന്ന വേറൊരു പേരാണ് റെഗുലർ എന്ന് സെറോദയിൽ. പിന്നെ ഇൻട്രാഡേക്ക് MIS എന്നും നമ്മുടെ ഡെലിവറിക്ക് അതിനകത്ത് ലോങ് ടേം അല്ലെങ്കിൽ CNC ഇങ്ങനെയാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സെറോദയും ഇതുമായിട്ടുള്ള വ്യത്യാസം. അല്ലാതെ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഫോണിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ലേഔട്ടിൻ്റെ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. സോ നിങ്ങൾ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെച്ചിട്ട് മാത്രം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക. ഇത് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്ന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ പ്രയത്നിച്ചാലേ സക്സസ് എന്ന് പറയുന്നൊരു സാധനം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എല്ലാം വേണം, എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. അപ്പോൾ മാക്സിമം ടൈം നിങ്ങൾ ഇൻപുട്ട് ചെയ്യുക. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തെല്ലാം ചാർട്ട് നോക്കുക, ചാർട്ട് നോക്കി ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുക, ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വേറൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.